പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ അതിർത്തിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഉന്നത ഉദ്യോഗസ്ഥർ. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അതിർത്തിയിൽ ഉടനീളം നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സൈന്യം തീരുമാനിച്ചു. പൂഞ്ച്, രജൌരി സെക്ടറുകളിലാണ് പ്രത്യേകം പരിശോധന. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്നലെ വൈകിട്ടും വലിയ രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായി. അതിർത്തി പ്രദേശങ്ങളിലേക്ക്, അവിടെ തമ്പടിച്ചിരിക്കുന്ന ഭീകരരിലേക്ക് ആയുധം എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ള വിലയിരുത്തലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുകയാണ് സൈന്യം. വിവരങ്ങൾ. നിലിമ, അതിർത്തി മേഖലയിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. നിലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസം പൂഞ്ച് സെക്ടറിൽ പാക് ഡ്രോണുകൾ എത്തിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പാക് ഡ്രോണുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന നടത്തുന്നത്. കനത്ത മഞ്ഞുവീഴ്ച ഉള്ളതിനാൽ തന്നെ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മഞ്ഞുവീഴ്ചയുടെ മറവിൽ അതിർത്തി മേഖലകളിൽ നേരത്തെ നുഴഞ്ഞുകയറ്റം സജീവമായിരുന്നു. എന്നാൽ നിലവിൽ അതിശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പ്രത്യേക പരിശോധനയും അന്താരാഷ്ട്ര അതിർത്തി മേഖലകൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്നലെ പാക് ഡ്രോണുകൾ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് സൈന്യം ആ ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർത്തിരുന്നു. പ്രകോപനങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി നൽകാനാണ് സൈന്യത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അതിർത്തി മേഖലകളിൽ നിലവിൽ സൈന്യം സർവ്വസജ്ജമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അതിർത്തി മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളൊരു സൈനികരുടെ ക്രമീകരണം, ആ സുരക്ഷാ ക്രമീകരണം ഒരു പരിധിവരെ ഇപ്പോഴും അതിർത്തിയോട് ചേർന്ന മേഖലകളിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് സൈന്യം എന്തിനും സർവ്വസജ്ജമാണ്. പാക് പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ അതിർത്തി മേഖലകളിൽ പ്രത്യേക പരിശോധനയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലും ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് നടത്തുന്നത്. പ്രത്യേകിച്ച് പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ട പൂഞ്ച്, രജൌരി സെക്ടറുകളിൽ പ്രത്യേക പരിശോധന നടത്തിവരികയാണ്. നീലിമ. ഓക്കെ ജിഷ്ണു.